സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുഖം ടീച്ചർ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഓണവിഭവങ്ങളിലെ ഏറ്റവും പ്രധാനിയായ പുളിയിഞ്ചിയാണ്. പുളിയിഞ്ചി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വായിൽ വെള്ളം, നല്ല ടേസ്റ്റിലും നല്ല മധുരവും നല്ല പുളിയും നല്ല ഉപ്പും ചേർന്ന് വളരെ നല്ലൊരു കോമ്പിനേഷൻ. അത് മാത്രമല്ല അത് ഡൈജഷനും എല്ലാത്തിനും നല്ലതാണ്. അതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കഴിഞ്ഞ വർഷം ഇട്ടിട്ടുണ്ട്. പക്ഷേ അത് വേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ നിങ്ങൾ ഇത് കണ്ടോളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകം ചെയ്യുന്നത്. എല്ലാവരും നോക്കിക്കോളൂ, ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഞാൻ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തായാലും ഇപ്പോൾ പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ വലുതാക്കി അരിഞ്ഞാണ്. ഇതാ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കറിവേപ്പില, പുളിയുടെ വെള്ളം, അതായത് ഒരു 100 ഗ്രാം പുളി ഞാൻ എടുത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, ഉപ്പുണ്ട്. ഇനി കടുക്, മുളകൊക്കെ അതിൽ കടുകുണ്ട്, ഉലുവയുണ്ട്. അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് വേവുണ്ട്. അത് കാരണം കൊണ്ട് പുളി നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ പുളി വെള്ളമാണ് ഇത് കുറച്ച് സമയം എടുക്കും. പുളിവെള്ളം അതിൽ ഒഴിച്ചു. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ 1 ടീസ്പൂൺ ചുവന്ന മുളക്, ഒരു ലേശം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. പുളിയിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് പുളി നല്ല പോലെ ഇരുന്ന് തിളയ്ക്കണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഞ്ചി കൊത്തി അരിഞ്ഞ് കുറച്ചുകൂടെ വെച്ചു, ബാക്കി അങ്ങനെ ഇട്ടു കേട്ടോ. ഇഞ്ചി ഇട്ടു, പിന്നെ പച്ചമുളക് അതിട്ട് ഇങ്ങനെ തിളച്ച്. പച്ചമുളക് നല്ലോണം വേണം, എരിവ് കുറവുണ്ടോയെന്ന് അറിയില്ല, നമ്മുടെ കാന്താരി മുളകാണ്. അതിരുന്ന് തിളക്കട്ടെ. ഒരു 5-10 മിനിറ്റ് അങ്ങനെ തിളച്ചാലേ ഇത് ശരിയാവുള്ളൂ കേട്ടോ. നല്ലപോലെ തിളച്ചു, ഒരു 10 മിനിറ്റ് തിളച്ചു. അപ്പോൾ ഏതാണ്ട് കുറുകിയ ഫോമിലായി. ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ടു. ഞാൻ അതിൽ ഇതാ ശർക്കര ഇട്ടു. പിന്നെ അതിന് പുറമെ ഒരു ചെറിയ കഷ്ണം കായ, നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ ഇടുന്നുണ്ട് കായ പൊടിയില്ല, അതിലൊക്കെ കായ കഷ്ണം കൊണ്ടിട്ട് ചെറിയൊരു പീസ് ഇട്ടു കേട്ടോ. ചെറിയൊരു കായ പീസ് ഇട്ടു. ഇനി നല്ലോണം തിളക്കട്ടെ. ഇനി ഒന്നും കൂടി കൊടുക്കണ്ട. ശർക്കര ഇട്ടിട്ട് മധുരം പാകണം നോക്കിയതിന് ശേഷം നമുക്കിത് വാങ്ങി വെച്ച് കടുക് വറുത്തിടാം കേട്ടോ. തുടങ്ങി ഇനി നമുക്ക് കടുക് വറുത്തിടാം. കടുക്, മുളക്, ഉലുവ, കറിവേപ്പില ധാരാളം ഇടണം കേട്ടോ. കറിവേപ്പില ഏറ്റവും ലാസ്റ്റ് ഇട്ടാൽ മതി. അതിന് മുമ്പ് ഞാൻ കറിവേപ്പില അതിൻ്റെ ഉള്ളിലിട്ടു. നല്ലതാണ് കറിവേപ്പില. ഈ സിമ്മിലാക്കി വയ്ക്കുക. പതുക്കെ വറ്റട്ടെ. ശർക്കരയൊക്കെ ചേർന്ന് ഭയങ്കര ഒരു ടേസ്റ്റാണ്, നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ അടക്കാൻ മാറ്റാൻ പറ്റുമോ? കടുക് വറുത്തിട്ട് കടുക് ഉലുവയും മുളകും ഇതും വറുത്തിട്ട് കേട്ടോ. പിന്നെ അത് വാങ്ങി നമുക്ക് ബൗളിൽ ഒഴിച്ച് കാണിക്കാം. പുളിയിഞ്ചി തയ്യാറായി. എന്ത് രസമാണ് കാണാൻ. അതുപോലെ അതിൻ്റെ ടേസ്റ്റ്, ഞാൻ ടേസ്റ്റ് നോക്കി നല്ല സ്വാദുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പുളിയിഞ്ചി ഉണ്ടാക്കണം, വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. മറ്റുള്ളതൊന്നും മേടിക്കരുത്, ഇത്ര ടേസ്റ്റൊന്നും കിട്ടില്ല. അത് മാത്രമല്ല അത് ഇടയ്ക്കിടയ്ക്കൊന്നും ഉണ്ടാക്കി നോക്കണം, എന്നാലേ ഇത് പരിചയം കിട്ടുള്ളൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്ന് നിങ്ങളെ സ്വന്തം സുധാകരൻ.